കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ച കൊടിയ അവഗണനയിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 3-ാം തീയതി കരിദിനമായി ആചരിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തു. ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളം നിലനിൽക്കുന്നില്ല എന്ന രീതിയിലുള്ള ബജറ്റാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വിമർശിച്ചു. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, അതായത് കേരളത്തോടുള്ള ഈ കേന്ദ്ര അവഗണന അതിനെ രാഷ്ട്രീയപരമായി തുറന്നു കാട്ടാനാണോ CPIMന്റെ തീരുമാനം? അതിന്റെ ഭാഗമായിട്ടാണോ നാളെ കരിദിനം ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? തീർച്ചയായും മനു, ഏതായാലും ഈ സംസ്ഥാനത്തിന്റെ എല്ലാവിധ താല്പര്യങ്ങളും ഹനിക്കുന്ന ഒന്നായി കേന്ദ്ര ബജറ്റ് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ഒരു മേഖലയിൽ എന്നല്ല, എല്ലാ മേഖലയിലും ഒരുപോലെ കേരളം എന്നൊരു സംസ്ഥാനത്തെ പോലും പരിഗണിക്കാത്ത ഒരു സാഹചര്യം ഈ ഒരു ഘട്ടത്തിലാണ്. ഏതായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് CPIM. അതിന്റെ ഭാഗമായാണ് നാളെ കരിദിനമായി ആചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുന്നത്. എല്ലാ ബൂത്തുകളിലും കരിങ്കൊടി ഉയർത്തിക്കൊണ്ട് കേന്ദ്ര അവഗണനയ്ക്കും ജനദ്രോഹ ബജറ്റിനുമെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇത് സംസ്ഥാന വ്യാപകമായി തന്നെ ഈ പ്രതിഷേധം നടത്തുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധം ഈ ഒരു പ്രതിഷേധത്തിലൂടെ അവസാനിപ്പിക്കുകയല്ല. ഈ കേന്ദ്രത്തിന്റെ ഏത് രീതിയിലാണ് കേന്ദ്രം കേരളത്തോട് ഇത്തരത്തിലൊരു സമീപനം കാണിച്ചിട്ടുള്ളത്, അതിൽ കേന്ദ്രത്തിന്റെ എല്ലാ പൊള്ളത്തരവും തുറന്നു കാണിക്കുക എന്നുള്ളത് കൂടിയാണ് നിലവിൽ ഇപ്പോൾ CPIM തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ രീതിയിലൊരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ CPIM കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മനു. ശരി, ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നാളെ കരിദിനം ആചരിക്കുകയാണ് CPIM കേന്ദ്ര ബജറ്റിലെ കേരള അവഗണനയ്ക്കെതിരെ.